السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفروا الله إن الله غفور رحيم. صدق الله مولانا العظيم. من أقال نادما صدقت صدفته أقاله الله عثرته يوم القيامة. صدق رسوله الأمين. لك الحمد مولانا على كل نعمتي ومن جملة النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد. നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം സാമ്പത്തിക മേഖലയിലെ പുണ്യകർമ്മങ്ങളെക്കുറിച്ചാണ്. ആരാധനാനുഷ്ഠാനങ്ങളിലെ പുണ്യകർമ്മങ്ങൾ നാം എമ്പാടും കേൾക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും പഠിച്ചു കഴിഞ്ഞതുമൊക്കെയാണ്. എന്നാൽ കച്ചവട വ്യവഹാരങ്ങളിലെ പുണ്യങ്ങൾ സാധാരണ നാം പഠിക്കാത്ത കേൾക്കാത്ത മേഖലകളാണ് നാം ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ പറഞ്ഞ കച്ചവടത്തിലെ ഇഹ്സാനുകൾ, നന്മകൾ, പുണ്യങ്ങൾ ഒരാൾ പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ ആചരിച്ചാൽ, അനുഷ്ഠിച്ചാൽ, ഇവിടെ പറയുന്ന കച്ചവടത്തിലെ പുണ്യകാര്യങ്ങൾ കച്ചവടത്തിൽ നടപ്പിലാക്കിയാൽ ആ കച്ചവടം ഈ ലോകത്തും പരലോകത്തും ലാഭകരമായി തീരും. അതിനെന്ത് വേണം? നാം ഇത് ശ്രദ്ധയോടെ കേൾക്കുകയും ജീവിതത്തിൽ പകർത്താനുള്ള താല്പര്യം നമുക്ക് ഉണ്ടാവുകയും വേണം. നേരെ മറിച്ച് നാം ചെയ്യുന്ന ബിസിനസ്സുകൾ, കഠിനാധ്വാനങ്ങൾ, ലക്ഷങ്ങളും കോടികളും മുടക്കി പെടാപാടുപെട്ട് കഠിനാധ്വാനം ചെയ്ത് നാം നടത്തുന്ന വ്യവസായങ്ങൾ, കച്ചവടങ്ങൾ ദുന്യാവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ ലാഭകരമാകാം, ചിലപ്പോൾ നഷ്ടത്തിലാകാം. രണ്ടിനും സാധ്യതയുണ്ട് എന്നത് നമ്മുടെയൊക്കെ അനുഭവ പാഠമാണ്. ആരും പറഞ്ഞു തരണ്ട. കച്ചവടം ദുന്യാവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ചിലപ്പോൾ ലാഭാകാം, ചിലപ്പോൾ നഷ്ടാകാം. പക്ഷേ നല്ല നീയത്തോടുകൂടെ സത്യസന്ധമായി കച്ചവടം ചെയ്താലോ ഉറപ്പായിട്ടും ഒരു ലോകത്ത് ലാഭം ഉണ്ടാവും. ചിലപ്പോൾ ഇവിടെ നഷ്ടം വന്നേക്കാം, പൊട്ടിപ്പൊളിഞ്ഞു പോയേക്കാം, അല്ലെങ്കിൽ രക്ഷപ്പെട്ടേക്കാം.
നല്ല നീയത്തോടെ സത്യസന്ധമായി ബിസിനസ് ചെയ്താൽ ഒരു ലോകത്ത് അഥവാ പരലോകത്ത് ലാഭം ഉറപ്പാണ്, അത് പാഴായി പോവുകയില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുസ്സമ്മിൽ 20-ാമത്തെ ഒടുവിലത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ടത്, മനുഷ്യരെ നിങ്ങൾ ക്ലേശിക്കുന്നു, നിങ്ങൾ നെട്ടോട്ടമോടുന്നു, നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, എങ്കിൽ നിങ്ങൾ കേൾക്കണം, വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഹുവ ഖൈറൻ വ അഅ്ലമ അജ്റാ. എന്താണ് പറഞ്ഞത്? വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ, നിങ്ങളൊക്കെയും നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി മുന്നൊരുങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ, നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തു വെക്കുന്ന ഏതൊരു നന്മയാകട്ടെ, അത് നിങ്ങൾ ചെയ്ത് ഒരുക്കി വെച്ചാൽ, നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി ഖൈറായ അമൽ നിങ്ങൾ മുന്നൊരുക്കം നടത്തി അത് ചെയ്ത് ഒരുക്കി വെച്ചാൽ, തജിദൂഹു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ, ഉടമസ്ഥനായ റബ്ബിന്റെ സവിധത്തിൽ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ, നിങ്ങളാ ഒരുക്കി വെച്ച ഖൈറ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അവിടെ വെച്ച് നിങ്ങൾക്കത് ലഭ്യമാകുക തന്നെ ചെയ്യും. ഒരു ഖൈറ് നല്ല നീയത്തോടെ, ഒരു നന്മ നല്ല നീയത്തോടെ ഇവിടെ ചെയ്താൽ അത് നഷ്ടക്കച്ചവടം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. തജിദൂഹു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾക്കത് കണ്ടെത്താനാകും. അത് നിങ്ങൾ ചെയ്ത നന്മയുടെ ഖൈറിന്റെ അളവിലാണോ? അല്ല, നിങ്ങൾ ഇച്ചിരിയെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഹുവ ഖൈറൻ വ അഅ്ലമ അജ്റാ, നിങ്ങളാ ചെയ്ത നന്മ അത് തത്തുല്യമായ പുണ്യമല്ല. ഹുവ ഖൈറൻ, അതിനേക്കാൾ ഉത്തമമായ നിലയ്ക്ക്, അതുപോലെ വ അഅ്ലമ അജ്റാ, അതിമഹത്തായ പ്രതിഫലമായിട്ടും നിങ്ങൾക്കത് കണ്ടെത്താനാകും. ഹുവ ഖൈറൻ വ അഅ്ലമ അജ്റാ, ഗംഭീരമായ കൂലിയായിരിക്കും അതിന്. അതിനർഹിച്ചൊരു കൂലിയൊന്നല്ല, ഗംഭീരമായ കൂലി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇവിടെ ബിസിനസിനെ കുറിച്ച് പറയുന്ന ക്ലാസ്, പഠനം, ലാഭക്കച്ചവടത്തിന്റെ കഥയാണ് പറയുന്നത്. നട്ടെന്ന് പറഞ്ഞത് ഈ ബിസിനസ്സിലെ നിഘണ്ടുവിൽ ഇല്ലേയില്ല. അതുകൊണ്ട് നമ്മൾ 4 ഇഹ്സാൻ, 4 പുണ്യകാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? 5-ാമത്തെ ഇഹ്സാൻ, മൊത്തം 6 പറഞ്ഞത്. 5-ാമത്തെ ഇഹ്സാൻ നമുക്ക് പരിശോധിക്കാം. അതെന്താണ്? ഒരു കച്ചവടം നടന്ന ശേഷം വിറ്റവനോ വാങ്ങിയവനോ ഖേദമുണ്ടെങ്കിൽ, ആ കച്ചവടം നടന്നുപോയതിൽ ദുഃഖിക്കുന്നു എങ്കിൽ, പ്രയാസം അനുഭവിക്കുന്നു എങ്കിൽ, ആ കച്ചവടം ഒഴിവാക്കി കൊടുക്കുക. അത് ഇഹ്സാന. എന്ന് വെച്ചാൽ വിറ്റവൻ ചരക്ക് കൊടുത്ത്, മേടിക്കുന്നവൻ മുഷ്തരി ആ ചരക്ക് ഏറ്റെടുത്തു, വില പറഞ്ഞൊക്കെ ഉറപ്പിച്ചു, ഒന്നിക്ക് റൊക്കം കൊടുത്തു, അല്ലെങ്കിൽ കടം പറഞ്ഞു, സഭ പിരിഞ്ഞു. സഭ പിരിഞ്ഞാൽ പിന്നെ കച്ചവടം തന്നെയാണ്. 2 പക്ഷത്തിനും അതിൽ നിന്ന് പിന്മാറാനുള്ള അധികാരമില്ല, അവകാശമല്ല. ചരക്ക് കണ്ടു, ഇഷ്ടായി, വില പറഞ്ഞു, തീരുമാനമായി, കൊടുത്തു, മേടിച്ചു, ഒന്നുകിൽ കാശ് കൊടുത്തു, അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് തരാൻ പറഞ്ഞു. ആ സഭ പിരിഞ്ഞു. സഭ പിരിഞ്ഞതോടുകൂടെ കച്ചവടം അവിടെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു, കച്ചവടം നടന്നു കഴിഞ്ഞു. ഇനി വിറ്റവനോ വാങ്ങിയവനോ അത് നടക്കൂല, ആ കച്ചവടം ശരിയാകൂല എന്ന് പറഞ്ഞ് ഒഴിവാകാൻ അധികാരമോ അവകാശമോ ഇല്ല. എങ്കിലും അധികാരമില്ലെങ്കിലും അവകാശമില്ലെങ്കിലും ഒരു പക്ഷത്തിന് അതിൽ ഖേദമുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കുക. എങ്ങനെ ഖേദം വരിക? വിറ്റവന് ഖേദം വരാ, മേടിച്ചവന് ഖേദം വരാ. മേടിച്ചവൻ എങ്ങനെ ഖേദം വരിക? ഒരു ഉദാഹരണം പറയുമ്പോൾ നീ വണ്ടി കച്ചവടം പറയരുത്, മിണ്ടരുത്, ചുപ്പ് രഹോ എന്നാ പലരും പറഞ്ഞ്. അതുകൊണ്ട് വേണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ വണ്ടി കച്ചവടത്തിന്റെ ഉദാഹരണം പറയണേ. അതും ഇവിടെ പറയരുത് എന്നായിക്കോട്ടെ, നമുക്ക് സ്ഥലക്കച്ചവടമാക്കുക. അതിപ്പോ മലപ്പുറത്ത് നടക്കുന്ന ഇടപാടാണല്ലോ. എങ്ങനെ ഈ മേടിച്ചവന് കച്ചവടത്തിൽ ദുഃഖം ഉണ്ടാവുക?
ഒന്നുകിൽ ഇയാൾ ഒരു 10 സെന്റ് ഒരാളൊരു ഭൂമി മേടിച്ചു, ഇപ്പൊ വാടക കെട്ടിടത്തിലാ കിടക്കണേ, ഒരു 10 സെന്റ് ഭൂമി മേടിച്ചു വീട് പണിയാൻ വേണ്ടി. അത് മേടിച്ചു, കരാറായി, എഗ്രിമെന്റ് എഴുതി, കാശ് കൊടുത്തു അല്ലെങ്കിൽ റൊക്കം കൊടുത്തു, സഭ പിരിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടമാകുന്നത്. ഡിസ്മിസ് ചെയ്യപ്പെട്ടു, സസ്പെൻഡ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടു, ജോലിയില്ല. ഈ ജോലി കണ്ടിട്ട് കടം മേടിച്ചാണ് ഈ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആ ജോലിയാണ് നഷ്ടപ്പെട്ടു. പടച്ചോനെ, നീ കുടുങ്ങിയാലോ, ഇത് എടുത്ത് കുടുങ്ങിയാലോ, വേറെ സ്ഥലത്തേക്ക് വിൽക്കാൻ നോക്കിയിട്ടോ ആ എടുത്ത വിലട്ട് കിട്ടുന്നില്ല. ഒന്ന്, അല്ലെങ്കിൽ ഈ ചരക്ക് മേടിച്ച ചരക്ക് ഇഷ്ടായില്ല, അപ്പൊക്കെ ഇഷ്ടായി, പിന്നെ മേടിച്ചു വന്നപ്പോൾ വല്ലാത്തൊരു പ്രയാസം. അല്ലെങ്കിൽ ഈ ചരക്ക് ആവശ്യമില്ലാണ്ടായി വന്നു. 10 സെന്റ് ഭൂമി മേടിച്ചു വീട് വെക്കാൻ. അപ്പോഴാ അമ്മായിയപ്പം വന്ന് പറഞ്ഞാട്, വേണ്ട, എന്തിനാ ഈ പണി, എന്തോരം ഭൂമി അവിടെ എന്റെ പെൺമക്കൾക്കും കൂടി ഉള്ളതാ, 20 സെന്റ് എന്നെ അമ്മായിയപ്പം തരൂല്ലേ, ഇത് മേടിക്കണത് ഞാൻ അറിഞ്ഞില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്ത് ഒഴിവാകാൻ പറ്റുമോ? ഒഴിവാകണ എങ്ങനെ? അതൊക്കെ പറഞ്ഞുറപ്പിച്ച് സഭ പിരിഞ്ഞേക്കണതല്ലേ. പക്ഷെ ഇവന് വല്ലാത്ത മനോദുഃഖം. പഠിച്ചവനെ, അവിടെ 20 സെന്റ് ഫ്രീ കിട്ടിയിരുന്നു പെണ്ണുങ്ങളെ വകയിട്ട്. ഇതിപ്പോ കുറെ കടവും കടത്തിന്റെ മേലെ കടമൊക്കെ ആയിട്ട് ഇടങ്ങാറായി. അല്ലെങ്കിൽ വിറ്റവന് ദുഃഖം. എങ്ങനെ വിറ്റവന് ദുഃഖം? വീടിന്റെ ഉമ്മറത്തുള്ള 5 സെന്റാ വിറ്റത്. എന്തുകൊണ്ടാ വിറ്റത്? കടം കണ്ട് ഞെരുങ്ങിയപ്പോ വിറ്റു. 5 സെന്റ് ഉമ്മറത്ത് അടുക്കളന്റെ ഭാഗത്ത് അല്ലെങ്കിൽ സിറ്റ് ഔട്ടിന്റെ ഭാഗത്ത് 5 സെന്റ് വിറ്റു. വിറ്റ് കഴിഞ്ഞൊരു 3 മാസമായപ്പോൾ അള്ളാഹു ബറക്കത്ത് ചെയ്തു, ഫണ്ടങ്ങട്ട് വന്നു. പഠിച്ചോനെ, ഇത് വിൽക്കേണ്ടിയില്ലായിരുന്നു, ഇനിയിപ്പോ ചോദിച്ചാൽ തരുമോന്നറിയോ? വല്ലാത്ത ദുഃഖം. ഇത് മേടിച്ച ആളറിയാൻ. ഈ സമയത്ത് കച്ചവടം ദുർബലപ്പെടുത്താനോ, രണ്ടിലൊരു പക്ഷത്തിന് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് പൈസ തിരിച്ചു മേടിക്കാനോ ചരക്ക് തിരിച്ചു കൊടുക്കാനോ അവകാശമോ അധികാരമോ ഇല്ല. എങ്കിലും ഈ ഖേദം, ഈ ദുഃഖം, ഈ ബിസിനസ് നടന്നതിലുള്ള മനപ്രയാസം അറിഞ്ഞുകൊണ്ട് ഇരുപക്ഷവും വിട്ടുവീഴ്ച ചെയ്ത ആ കച്ചവടം ഒഴിവായാൽ അത് ഇഹ്സാനാണ്, അത് പുണ്യമാണ്, അത് പ്രതിഫലാർഹമാണ്. എന്താണ് അതിനുള്ള കൂലി എന്നറിയോ? ഒരാളൊരു ചരക്ക് വാങ്ങി വണ്ടിയെങ്കിൽ വണ്ടി ആയിക്കോട്ടെ, എടുത്തു കഴിഞ്ഞപ്പോൾ അവന് വേണ്ടിയില്ല തോന്നി, അല്ലെങ്കിൽ മറ്റേ പക്ഷത്തിന് കൊടുക്കേണ്ടിയില്ല എന്ന് തോന്നി. ഇത് ഇരുവരും അറിഞ്ഞാൽ ഒഴിവാക്കി കൊടുക്കുക. എന്താ അതിന്റെ നേട്ടം? മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ അഖാല നാദിമൻ സഫഖതഹു, മൻ അഖാല നാദിമൻ സഫഖതഹു. ഒരാൾ കച്ചവടം ചെയ്ത് കഴിഞ്ഞപ്പോ ദുഃഖിക്കുന്നതായിട്ട്, ഖേദിക്കുന്നതായിട്ട് അറിഞ്ഞു. അതറിഞ്ഞപ്പോൾ അയാളുടെ ചരക്ക് അല്ലെങ്കിൽ വില തിരിച്ചു കൊടുത്ത് ആ കച്ചവടത്തിൽ നിന്ന് ഒഴിവായാൽ അഖാലഹുല്ലാഹു അസറതഹു യൗമൽ ഖിയാമ, ഖേദിക്കുന്നവന്റെ ഖേദം ഒഴിവാക്കാനായിട്ട്, സന്തോഷം പകരാനായിട്ട് കച്ചവടത്തിൽ നിന്ന് മാറ്റിക്കൊടുത്താൽ, ഒഴിവാക്കി കൊടുത്താൽ, ആ ഒഴിവാക്കി കൊടുത്ത വ്യക്തിയുടെ കുറ്റങ്ങൾ അന്ത്യനാളിൽ അല്ലാഹു ഒഴിവാക്കി കൊടുക്കും. നിനക്ക് പ്രയാസമുണ്ടോ? എന്നാ കുഴപ്പമില്ല, അധിക വിലൊന്നും തരണ്ട, 5 സെന്റ് തിരിച്ചെടുത്തേക്ക്, ഞാൻ തന്നേക്കണ കാശ് തന്നാ മതി എന്ന് പറഞ്ഞാൽ അഖാലഹുല്ലാഹു അസറതഹു യൗമൽ ഖിയാമ, ഈ വ്യക്തിയുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു അന്ത്യനാളിലെ ഒഴിവാക്കി കൊടുക്കുന്നു. ഇസ്ലാമിന്റെ നിയമം എവിടെയും മാനവികതയിൽ അധിഷ്ഠിതമാണ്. റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തു മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ഇസ്ലാമിക നിയമങ്ങളൊക്കെയും മനുഷ്യത്വപരമാണ്, കരുണയിൽ അധിഷ്ഠിതമാണ്, കാരുണ്യം നിറഞ്ഞു തുളുമ്പുന്നതാണ്. മുത്ത് നബിയെ സമകാലീന വായന നടത്തണം. നമ്മള് ലോകത്തിന്റെ മുന്നിൽ ഹബീബായ തങ്ങളെ പരിചയപ്പെടുത്തണം. ഇപ്പൊ റബീഉൽ അവ്വൽ പറഞ്ഞിരിക്കുകയാണ്, നമ്മളൊക്കെ അവിടുത്തെ മദ്ഹ് പ്രകീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുക. മൗലിദ് തുടങ്ങി ഇവിടെ കഴിഞ്ഞ ദിവസം. ഈ സമയത്തും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് പുണ്യ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇസ്ലാമിന്റെ ശത്രുക്കള് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യാണ്. ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു മൂല പൊക്കിക്കൊണ്ടുവന്ന് ഊതി വീർപ്പിച്ച് റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് കരുണയായി വന്ന അള്ളാഹുവിന്റെ റസൂലിനെ ഇകഴ്ത്തിക്കെട്ടുകയാണ്, വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കച്ചവടത്തിലുള്ള നിയമമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. 2 പക്ഷത്തിനും മനപ്രയാസം വരരുത്. ഇത്ര ഒരു മനോഹരമായ നിയമസംഹിത
ലോകത്ത് ഏതൊരു പ്രത്യയശാസ്ത്രമാണ്, ഏതൊരു ദർശനമാണ്, ഏതൊരു വീക്ഷണമാണ് ലോകത്തുള്ളത്. അതുകൊണ്ട് ഹബീബിന്റെ അനുയായികളായ നമ്മൾ തന്നെ ആ ഹബീബിലേക്ക് അടുക്കുകയും അവിടത്തെ അറിയുകയും അവിടത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണെന്ന് സന്ദർഭോചിതമായി ഉണർത്തുകയാണ്. അപ്പൊ ഇതാണ് 5-ാമത്തെ ഇഹ്സാൻ. ഇനി 6-ാമത്തെ ഇഹ്സാൻ, അവസാനത്തെ പുണ്യം. അതെന്താണ്? പാവങ്ങളെ പരിഗണിക്കുക. സാമ്പത്തികമായി സൗകര്യമുള്ള കച്ചവടക്കാർ നാട്ടിലെ സുപരിചിതരായ അപരിചിതരായ ഫുഖറാ മസാക്കീനുകളെ പ്രത്യേകമായി പരിഗണിക്കുക. ഒരാൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അള്ളാഹു ചെയ്ത നിഅമത്ത് ഇഷ്ടം പോലെ കയ്യിൽ പണമുള്ള ഒരു ധനവാനായ കച്ചവടക്കാരൻ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുക, അല്ലാഹ് എൻ്റെ മുന്നിൽ വരുന്ന അവശരെ ഞാൻ മാനിക്കും എന്ന്. ഇത് ഓരോ കച്ചവടക്കാരുടെയും ഒരു ഇഹ്സാനാണ്. മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും മുത്തുനബിയിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ടും അറിഞ്ഞും അനുഭവിച്ചും സഹവസിച്ചും പഠിച്ചറിഞ്ഞ മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം, അവരുടെ കൂട്ടത്തിലെ കച്ചവടക്കാരായ ചില സ്വഹാബിമാർക്ക് 2 ക്രെഡിറ്റ് ബുക്കുകൾ ഉണ്ടായിരുന്നു. കടം എഴുതാൻ 2 ബുക്ക്, കടം രേഖപ്പെടുത്താൻ 2 ബുക്ക്. ഒന്നില് സാമ്പത്തിക സൗകര്യമുള്ള ആളുകൾ കടം മേടിച്ചു പോയാൽ ആ ബുക്കിൽ എഴുതും, മറ്റേ ബുക്കിൽ അവശരായ പാവങ്ങളുടെ കണക്ക് മറ്റേ ബുക്കിൽ എഴുതും. മറ്റേ ബുക്കിൽ എഴുതുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇത് കിട്ടാക്കുറ്റി ആകാം, കിട്ടിയാലായി, ഇല്ലെങ്കിൽ പോട്ടെ. ആ പാവങ്ങളുടേത് രേഖപ്പെടുത്തുന്ന കണക്ക് ബുക്ക് അവർ പരിശോധിക്കാറേ ഇല്ല. നമ്മൾ കണക്ക് കൂട്ടുമല്ലോ, വരവ് വിറ്റ അല്ലെ, വിറ്റത് വരവ് ലാഭം, അങ്ങനെയൊക്കെ കണക്ക് കൂട്ടുമല്ലോ. ഈ പാവങ്ങളുടേത് രേഖപ്പെടുത്തുന്ന ആ കടമെഴുതിയ പുസ്തകം അവർ പരിശോധിക്കാറേയില്ല. വേറെ ചില സ്വഹാബിമാര് പാവങ്ങളുടേത് എഴുതി വെക്കാറേയില്ല. അള്ളാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഫക്തുബു, എഴുതി വെക്കണം എന്നാ അള്ളാഹു പറഞ്ഞത്. ചില സ്വഹാബിമാര് പാവങ്ങളുടേത് എഴുതിയേ വെക്കൂല. കാരണം എന്താ? അതൊരു കടായിട്ട് അവര് കാണുന്നില്ല. കടാണെങ്കിലല്ലേ എഴുതി വെക്കേണ്ടത്, അവർ കടായിട്ടത് പരിഗണിക്കണേയില്ല. മറ്റു ചില സ്വഹാബിമാര് ദരിദ്രരായ കസ്റ്റമേഴ്സ് വരുമ്പോ പൈസ വരുമ്പോ തരാ എന്ന് പറയുമ്പോ എന്താ പറയാ അറിയോ? നിനക്കും മക്കൾക്കും ജീവിക്കേണ്ടതിനുള്ള ഗോതമ്പ്, റൊട്ടിക്ക് വേണ്ടത് എണ്ണ, അത്യാവശ്യം വിളക്ക് കത്തിക്കാനുള്ള എണ്ണ എന്നിത്യാദി നിത്യോപയോഗ സാധനങ്ങൾക്ക് പണമില്ലാത്തതിന്റെ പേരിൽ വരാതിരിക്കരുതേ, വരണേ, ഉണ്ടാകുമ്പോ തന്നാ മതി ഉണ്ടെങ്കിൽ എന്നു പറയാറുണ്ടായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. ഈ ലക്ഷണങ്ങൾ, ഈ അടയാളങ്ങൾ ആരിലൊക്കെയാണോ ഉള്ളത് അവരാണ് വാസ്തവത്തിൽ ദീനുള്ളവർ. ദീനുള്ളവർ വാസ്തവത്തിൽ സ്വഹാബാക്കളല്ലേ. അള്ളാഹുവിന്റെ റസൂല് ദീന് സ്ഥാപിച്ച് കാണിച്ചത് സ്വഹാബാക്കളിലൂടെയല്ലേ. അവരാണ് ലോകത്തിന് ദീന് പഠിപ്പിച്ച് കാണിച്ച് ജീവിച്ച് കാണിച്ചെന്നത്. ഈ സ്വഹാബാക്കളുടെ ഈ ക്വാളിറ്റി, ഈ ലക്ഷണങ്ങൾ ഉള്ളവരാണ് നമ്മുടെ കൂട്ടത്തിൽ ദീനുള്ളവർ. അല്ലാതെ ഭക്തന്റെ വേഷമണിഞ്ഞത് കൊണ്ടോ ഭക്തൻ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചത് കൊണ്ടോ മാത്രം ഒരിക്കലും ദീനുള്ള ആളാവൂല. ഞാൻ അത് പറഞ്ഞിട്ട് പലർക്കും രസിക്കണില്ല. മുസ്ലിയാര് തലേക്കെട്ടിന് എതിർക്കുകയാണ്, താടിയെ ചീത്തറയാണ്. ഇത് ഞാൻ പറയണതല്ല, എന്റെ അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. മഹാന്മാരായ ഇമാമുകൾ, ജ്ഞാനികൾ പറയുന്നു, ഒരാളിൽ ദീനുണ്ടോ ഇല്ലയോ എന്ന് അളക്കാനുള്ള അളവുകോൽ എന്താ? ഒരാളിൽ ദീനുണ്ടോ ദീനില്ലയോ എന്ന് അളക്കാനുള്ള അളവുകോൽ എന്താ? മഹാന്മാരായ ജ്ഞാനികൾ പറയുന്നു, ദീനിന്റെ നായകന്മാർ പറഞ്ഞിരുന്നു, ഒരാളെ കുറിച്ച് അയാളുടെ അയൽക്കാർ നല്ലത് പറയുന്നു, നല്ല ഇക്ക, നല്ല ഇത്ത. അയാളുടെ കൂടെ യാത്ര ചെയ്ത സഹയാത്രികർ പറയുന്നു, നല്ല മനുഷ്യൻ. അയാളുമായി ഇടപാട് നടത്തിയ ആളുകൾ പറയുന്നു, സാമ്പത്തിക ഇടപാട് നടത്തിയവർ പറയുന്നു, നല്ല ആൾ.
നാട്ടിലെ തൊഴിലാളികൾ പറയുന്നു നല്ല ആൾ എങ്കിൽ ഫലാ തശ്കൂ ഫീ സ്വലാഹിഹി, അദ്ദേഹത്തിന്റെ ദീനിന്റെ കാര്യത്തിൽ, നന്മയുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു സന്ദേഹവും വേണ്ട. ദീനുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ സംശയിക്കുകയേ വേണ്ട. അയാളിന് ദീനുണ്ട്, ഉള്ളതുകൊണ്ടാണ് ഈ രംഗങ്ങളിലൊക്കെ നല്ലത് പറയിപ്പിച്ചേ. ഈ രംഗത്ത് വീക്കാണ്. മറ്റുള്ള ഭാഗങ്ങളിൽ വേഷവും വർത്താനൊക്കെ ഭയങ്കര ഭക്തന്റാണ്. ഒരു കാര്യമില്ല. ഞാൻ മുമ്പ് പറഞ്ഞതാണെന്ന് തോന്നുന്നു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരു കേസ് വിചാരണ നടക്കുകയാണ്. ന്യായാധിപനും കൂടിയാണല്ലോ ഖലീഫമാര്. ന്യായാധിപരാണ് അവര്, ഖാളിമാരാണ്, ജഡ്ജിമാരും ആകും. ഒരു വിചാരണ നടക്കുകയാണ്. വിചാരണ നടന്നപ്പോ ഒരു ആ കേസിൽ സാക്ഷി പറയാൻ ഒരാൾ മുന്നോട്ട് വന്നു. ഈ സംഭവത്തിൽ ഞാൻ ദൃക്സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ മുന്നോട്ട് വന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ സാക്ഷി പറയണമെങ്കിൽ നീ സത്യസന്ധനാകണമല്ലോ. അതിന് ചില നിബന്ധന കണ്ട് സാക്ഷി പറയാനുള്ള ക്വാളിറ്റി ഇസ്ലാമിൽ പ്രത്യേക ഒരു വിശുദ്ധിയൊക്കെ വേണം. നീ അതിന് യോഗ്യനാണോ, നീ സത്യസന്ധനാണോ, നീ ആദിലാണോ, അതറിയണമല്ലോ. അതുകൊണ്ട് നിന്നെക്കുറിച്ച് സർട്ടിഫൈ ചെയ്യാൻ, നിന്നെക്കുറിച്ച് സാക്ഷിക്ക് പറ്റുന്ന ആളാണെന്ന് അഭിപ്രായം പറയുന്ന ഒരാളെ കിട്ടണം, എങ്കിലേ നിന്റെ സാക്ഷി സ്വീകരിക്കുള്ളൂ. ആ സദസ്സിൽ നിന്നൊരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അങ്ങോരെ സാക്ഷിക്ക് പറ്റും, അങ്ങൊരു ഭക്തനാണ്, സാക്ഷിക്ക് പറ്റും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, നീ ഇയാളുടെ അയൽക്കാരനാണോ? അല്ല. ശരി, ഇയാളെ കൂടെ നീ ദീർഘയാത്രകളിൽ സഹയാത്രികനായി പോയി നോക്കിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഇദ്ദേഹവുമായി സാമ്പത്തിക ഇടപാടുകൾ വല്ലതും വിൽക്കേ മേടിക്കേ, കടം കൊടുക്കേ മേടിക്കേ, എന്തെങ്കിലും സാമ്പത്തികമായ ഇടപാട് നടത്തി നോക്കിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഇങ്ങേര് 5 നേരം പള്ളിയിൽ വന്ന് കുനിഞ്ഞു നിവർന്ന് ആരാധനാനുഷ്ഠാനങ്ങൾ നടത്തുന്നത് നീ കണ്ടിട്ടുണ്ടോ? അങ്ങേര് പറഞ്ഞു, ഉണ്ട് അമീറുൽ മുഅ്മിനീൻ. അതല്ലേ ഞാൻ അദ്ദേഹം സാക്ഷിക്ക് പറ്റും, സത്യസന്ധനാന്ന് പറഞ്ഞത്. കൃത്യമായി ആരാധനാനുഷ്ഠാനങ്ങളിൽ ഹാജറുണ്ടാകുന്ന ആളാണ്, സജീവ സാന്നിധ്യം ഉള്ള ആളാണ്. അതുകൊണ്ടല്ലേ ഞാൻ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നല്ലത് പറഞ്ഞത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദ്ഹബ് ഫലസ്ത തഅരിഫുഹു, ഇദ്ഹബ്, ഓടോടുന്ന്, നിനക്ക് ഇയാളെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. നീ ആകെ കണ്ടത് 5 നേരം പള്ളിയിൽ വന്ന് കുത്തി മറിയുന്നതല്ലേ കണ്ടേ? മറ്റ് രംഗങ്ങളിൽ നിനക്ക് ഇയാളെ ഒരു പരിചയമില്ലല്ലോ. ഇദ്ഹബ്, പോ. ഫലസ്ത തഅരിഫുഹു, നിനക്ക് ഇയാളെ കുറിച്ച് ഒന്നും അറിയില്ല. എന്നിട്ട് അയാളോട് പറഞ്ഞു, സാക്ഷി പറയാൻ വന്ന ആളോട് പറഞ്ഞു, ഇദ്ഹബ് ഫഅതീനി ബിമൻ യഅരിഫുക്, നിന്നെ അറിയുന്ന ആളെ കൊണ്ടുപോവാ. എന്ന് വെച്ചാല് സാമ്പത്തിക രംഗങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ നിന്നെ കുറിച്ച് ഒന്ന് പറയട്ടെ, ഞാൻ എടുക്കും. മറ്റേ കാട്ടിക്കൂട്ടൽ ഞാൻ എടുക്കൂല, അത് മുനാഫിക്കങ്ങളും വരും. മദീനത്തെ പള്ളിയിൽ 10-70 കപട മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു അള്ളാന്റെ റസൂലിന്റെ പിറകില്. പിന്നല്ലേ ഈ ഉമറിന്റെ മുന്നിൽ അത്തരക്കാര് പറ്റൂല, പോ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ 10 കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. 10 കാര്യം, 4 നിർബന്ധ കാര്യങ്ങൾ കച്ചവടത്തിൽ പാലിക്കാനുള്ള 6 പുണ്യകാര്യങ്ങൾ 10 പറഞ്ഞു. ഇതാര് പാലിച്ചോ അയാൾ ദീനുള്ള ആളാണ്. താടിക്ക് നീട്ടം കുറവായിരിക്കും, കുപ്പായത്തിന്റെ ഇറക്കം കുറച്ച് കുറവായിരിക്കും, ചിലപ്പോ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവുക, അയാള് ദീനുണ്ട്. ഞാൻ പറയല്ല, എന്റെ അഭിപ്രായമല്ല, അവിടെയാണ് ദീനുള്ളത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഇതാണ് നമ്മൾ ദീനു വേണ്ടി ഇതാണ് നമ്മൾ അറിയേണ്ടത്, ഇതാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്, ഇതാണ് നമ്മൾ ആചരിക്കേണ്ടത്, ജീവിതത്തിൽ പകർത്തേണ്ടത്. ഇൻഷാ അല്ലാഹ് കച്ചവടം ഇബാദത്തായി കിട്ടാൻ ചില നിബന്ധനകൾ കൂടി, ചില്ലറ കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ 10 കാര്യം പറഞ്ഞു. അതിന് പുറമെ കച്ചവടം, നമ്മുടെ തൊഴില്, നമ്മുടെ ബിസിനസ്, ഇതൊക്കെ ഇബാദത്തായി കിട്ടാനുള്ള ചില നിബന്ധനകൾ. നമ്പർ 1, നിയ്യത്ത് നന്നാക്കുക. കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോ തന്നെ അല്ലാഹ് നീ ഹലാലാക്കിയ, അനുവദിച്ചു തന്ന ബിസിനസ് എന്ന അല്ലെങ്കിൽ ഈ തൊഴിലെന്ന ഈ ഇടപാടിലേക്ക് ഞാനിതാ ഇറങ്ങുന്നു. എൻ്റെയും ആശ്രിതരുടെയും കുടുംബത്തിൻ്റെയും ഉപജീവനത്തിനായി ഞാനിതാ ഇറങ്ങുന്നു. അല്ലാ, നീ ബറക്കത്ത് ചെയ്യണമേ, നീ സഹായിക്കണമേ അല്ലാ എന്ന നിയ്യത്തോടെ ഇറങ്ങിയാൽ ആ കച്ചവടവും
അതിനുവേണ്ടി ചിലവഴിക്കുന്ന സമയവും അതിനുവേണ്ടി വിനിയോഗിക്കുന്ന എനർജി പവറുകളും എല്ലാം ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിലുള്ള ഇബാദത്തുകളാകും. നേരെ മറിച്ച് നിയ്യത്ത് തെറ്റി. എങ്ങനെ നിയ്യത്ത് തെറ്റുക? കുറച്ച് പൈസ ഉണ്ടായാലേ നാട്ടിൽ നിലവാരം ഉണ്ടാവുള്ളൂ, കുറച്ച് പൈസ ഉണ്ടായാലേ കുടുംബത്തിന് വേണ്ടി വരുള്ളൂ, നാട്ടിലൊന്ന് ഞാൻ അവർകളാവണമെങ്കിൽ കുറച്ച് ഫണ്ടൊക്കെ വേണം എന്ന നിയ്യത്തോടെ തഫാഹുറൻ വ തകാസുറൻ, മുതൽ കുറച്ച് പെരുപ്പിക്കുക എന്നുള്ള നിയ്യത്ത്, ധനം കൂട്ടുക എന്ന നിയ്യത്ത്, എന്നിട്ട് ആളാവുക എന്ന നിയ്യത്താണെങ്കിൽ ആ കച്ചവടം തുടങ്ങാൻ തങ്ങളെ വിളിച്ചാലും മൊയ്ലിയേരെ വിളിച്ചാലും യാസീനോദി ഉദ്ഘാടനം ചെയ്താലും ബിസ്മി ജയിലിൽ ഷട്ടർ പൊക്കിയാലും ഫഹുവ ഫീ സബീലി ശൈത്വാൻ, ചെകുത്താന്റെ മാർഗത്തിലുള്ള ഇടപാടാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിയ്യത്ത് തെറ്റി. അപ്പോ നിയ്യത്ത് നമ്മളൊക്കെ നന്നാക്കണം. നമ്മുടെ ഇടപാടിലൊക്കെ നല്ല നിയ്യത്തോടെ സത്യസന്ധമായി ഇടപാട് ചെയ്താൽ, കച്ചവടം ചെയ്താൽ, നമ്മൾ പറഞ്ഞല്ലോ ലാഭം ഉറപ്പാ, നഷ്ടം ഇല്ല. ഇവിടെ നഷ്ടായാലും ആഖിറത്തില് വഇൻ ഖസിറ ഫിദ്ദുനിയ റബിഹ ഫിൽ ആഖിറ, വഇൻ ഖസിറ ഫിദ്ദുനിയ, ഇവിടെ ചിലപ്പോൾ നഷ്ടം വന്നാലും റബിഹ ഫിൽ ആഖിറ, പരലോകത്തത് ഉറപ്പാണ്, ലാഭകരമായ കച്ചവടമാകും. അതല്ലേ നമുക്ക് വേണ്ടത്? ഖനാഅത്ത് നകർ ആലമേ റംഗോ ബൂപ്പർ ചമൻ ഔർ ഭീ ആഷിയാൻ ഔർ ഭീ ഹേ എന്ന് ഇഖ്ബാൽ ഒരിടത്ത് പറയുന്നുണ്ട്. ഈ ലോകത്തിന്റെ നിറങ്ങളിലും സൗരഭ്യങ്ങളിലും നിങ്ങളാരും സന്തുഷ്ടരാകണ്ട. ഖനാഅത്ത് നകർ ആലമേ, ഈ ലോകത്ത് നിങ്ങൾ കാണുന്ന നിറങ്ങൾ, വൈവിധ്യങ്ങളായ മനോഹാരിതകൾ, ഇവിടത്തെ നറുമണങ്ങൾ, സുഗന്ധങ്ങൾ എന്ന് വെച്ചാൽ ഈ ദുന്യാവാകുന്ന പൂന്തോട്ടത്തിന്റെ ചന്തം കണ്ട് നിങ്ങളാരും അന്തം വിടണ്ട കൂട്ടരെ. കാരണം നിങ്ങളുടെ പൂന്തോട്ടവും കൂടും യഥാർത്ഥത്തിൽ മറ്റൊരിടത്താണ്, ഇവിടെ അല്ല. ഇവിടുന്ന് ശ്വാസം നിലക്കും, ചൂടാറിപ്പോകേണ്ടി വരും. കുറഞ്ഞ നാളുകളും ദിവസങ്ങളും ദിനരാത്രങ്ങളെ ഈ പൂന്തോട്ടത്തിൽ ഉല്ലസിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പൂന്തോട്ടവും നിങ്ങളുടെ കൂടും മറ്റൊന്നാണ്, അത് ജന്നത്തുൽ ഫിർദൗസാണ്. നിങ്ങൾ അതിനു വേണ്ടി കച്ചവടം ചെയ്യൂ എന്ന് ഇഖ്ബാൽ ഒരിടത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നിയ്യത്ത് നന്നാക്കുക. മറ്റൊന്ന്, ഓരോരുത്തരും തങ്ങൾ ചെയ്യുന്നത് ഫർളി കിഫായയായ കാര്യമാണ്. കച്ചവടം ഒന്നുകിൽ സുന്നത്തായ കാര്യമാണ്, അല്ലെങ്കിൽ ഫർള് കിഫായ. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബാധ്യത. അരിക്കച്ചവടം, പച്ചക്കറി കച്ചവടം, പഴക്കച്ചവടം, ഭക്ഷ്യവസ്തുക്കളുടെ കച്ചവടം, ഇതൊക്കെ ഫർള് കിഫായയാണ്. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബാധ്യതയാണ്. എല്ലാവരും അരിക്കച്ചവടത്തിൽ നിന്ന് മാറി നിന്നാല് സമൂഹം മൊത്തത്തിൽ ഉമ്മത്ത് കുറ്റക്കാരാകും. അതാ ഫർള് കിഫായ. ഒരു ബന്ധോ ഹർത്താലോ വന്ന് ഒരു ദിവസം കടകമ്പോളങ്ങൾ അടഞ്ഞാല് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്ര വലുതാ. നമ്മൾ നമ്മുടെ ലാഭം മാത്രല്ല, സമൂഹത്തിന് അവിടെ സൗകര്യം ഉണ്ടാകുന്നുണ്ട്, നാട്ടുകാർക്ക് അവിടെ എളുപ്പാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന, അത് അരിക്കച്ചവടാണെങ്കിലും ഇരുമ്പ് കച്ചവടാണെങ്കിലും, ഞാൻ ഈ ചെയ്യുന്നതൊരു സാമൂഹ്യ ബാധ്യതയാണ്, സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു ഇടപാടാണ് എന്നുള്ള ബോധം എല്ലാവർക്കും വേണം. എന്ന് വെച്ച് ദൂർത്തിന്റെ മെറ്റീരിയലുകൾ, ആഡംബരത്തിന്റെ മെറ്റീരിയലുകൾ, കളിവിനോദങ്ങളുടെ മെറ്റീരിയലുകൾ കച്ചവടം ചെയ്യുന്നവര് അത് സുന്നത്തായ കച്ചവടമല്ല, ഫർളി കിഫായ കച്ചവടമല്ല. അതുമാണല്ലോ മനസ്സിലാക്കുക. ചില കച്ചവടം ഹലാലാകും, പക്ഷെ അതൊരു പുണ്യാവൂല. ചില തൊഴിലും അങ്ങനെ ഉണ്ട്, അനുവദനീയാണ്, തൊഴിൽ അനുവദനീയ, പക്ഷെ ഇബാദത്തിന്റെ പരിധിയിൽ അത് വരൂല. അതേത് തൊഴിലാ? ഇമാമിങ്ങൾ പറയുന്നുണ്ട്, വകരിഹ ഇബ്നു സീരീൻ അദ്ദല്ലാലത. ഇബ്നു സീരീൻ റഹിമഹുല്ല പറയുന്നുണ്ട്, ദല്ലാല പണി, ദല്ലാലത്ത് പണി അത് കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഹറാമും കുറ്റൊന്നുമില്ല, പക്ഷെ ഒഴിവാക്കുകയാണ് ഏറ്റവും ബെറ്റർ. ദല്ലാൽ പണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ബ്രോക്കർ പണി. വകരിഹ ഖതാദതു ഉജ്റത്തദ്ദല്ലാലി, ബ്രോക്കറേജ് മേടിക്കൽ, കണക്ക് പറഞ്ഞ് പേഴ്സന്റേജ് പറഞ്ഞ് ബ്രോക്കറുടെ സംഖ്യ ചോദിച്ച് മേടിക്കൽ വെറുത്തിരുന്നു ഇമാം ഖതാദ റഹിമഹുല്ല. ഒരുപാട് ഉലമാ ഇമാമുകൾ ബ്രോക്കർ പണി ഹറാമല്ലട്ടോ, ഹറാമല്ല,
അതുകൊണ്ട് നരകത്തിൽ പോകുന്നില്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കുറ്റവും കിട്ടൂല. പക്ഷേ അത്ര അത്യുത്തമമായ പരിശുദ്ധമായ ഒരു തൊഴിലോ അതിന് കിട്ടുന്ന വേതന ഒരു പരിശുദ്ധമായ തുകയൊന്നും അല്ല. മൊയ്തേർ ഇപ്പൊ പറഞ്ഞ് ഞങ്ങളൊക്കെ പട്ടിണിക്ക് ഇടുന്ന ഇടപാടാ. അല്ല. ഇനി ബ്രോക്കർമാരുണ്ടെങ്കിൽ നാളെ തന്നെ ഈ പണി നിർത്താൻ വേണ്ടി പറയല്ല. അതെങ്ങനെയെങ്കിലും ഇബാദത്തിന്റെ ലിസ്റ്റിക്ക് ഒന്ന് മാറ്റാൻ പറ്റുമോ എന്നുള്ള ഓപ്ഷൻ അവിടെ പരിശോധിക്കണേ. പേടിക്കണ്ടോ. ഇപ്പൊ ചിരി വന്നില്ല പലർക്കും, ആകെ ബേജാറായിരുന്നു. ബ്രോക്കർ പണി എടുക്കണ എല്ലാവരും മോശമാണ്, ഒക്കെ വളരെ വഷളനാണ് നല്ല ഈ പറയുന്നത്. സാധാരണഗതിയിൽ ആ ഫീൽഡ് കുറച്ച് അത്ര ഒരു റേഞ്ചുള്ള സുന്നത്താകുന്ന സാമൂഹ്യ ബാധ്യതയാകുന്ന ഒരിടപാടല്ല. ഹലാലാണ്, അനുവദനീയമാണ്. എങ്കിലും എന്തുകൊണ്ട് ഒരധ്വാനവുമില്ലാതെ ഒരു മുതൽ മുടക്കുമില്ലാതെ കൊള്ളലാഭം കൊയ്യുന്ന ഒരു ഫീൽഡാണ് ബ്രോക്കർ ഡിപ്പാർട്ട്മെന്റ്, ആ മേഖല. അല്ലേ? ഒരു അധ്വാനവും ഇല്ല, മുതൽ മുടക്കുമില്ല. ഇപ്പോ വിറ്റ ആൾക്ക് 3% കൊടുക്കണം, മേടിക്കുന്ന ആള് 1%. അങ്ങനെയല്ല, എനിക്കറിയില്ലത്, ഞാൻ പണ്ട് കേട്ടതാണ്. വിൽക്കുന്ന ആള് 3% ബ്രോക്കർക്ക് കൊടുക്കണം, മേടിക്കുന്ന ആൾ 1% കൂടെ. അപ്പോൾ 1 കോടിയുടെ ഒരു പ്രോപ്പർട്ടി വിറ്റാല് 4 ലക്ഷം രൂപ. എത്ര? ഇയാളെ പണി എന്താണെന്നറിയോ? ആകെ 2 ടെലിഫോൺ കോള്, പിന്നെ ഒരു അരമണിക്കൂർ ഒരു മീറ്റിംഗ്. ഇത്ര ഇയാൾക്ക് പണി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ റെഡോ, നീ കൂടുതൽ പണിതിട്ടില്ലല്ലോ, വില കുറക്കാൻ വേണ്ടി സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ, ഞാൻ 3 എന്നുള്ളത് ഞാനൊരു 2 തരാം. അതെന്റെ അവകാശ. ശരിയല്ല, അത് പറ്റൂല. അപ്പൊ പിന്നെ എങ്ങനെ ഇത് നല്ല പണാകുക? സംസാരിക്കുക, ബ്രോക്കറാകുക, ഇടപെടുക. ഇഷ്ടപ്പെട്ട് 2 പക്ഷത്തുനിന്നും എന്താണോ തരുന്നത് അത് മേടിച്ചാൽ അത് ഗിഫ്റ്റാണ്. ആ നിലക്കാണെങ്കിൽ അത് നമുക്ക് ഇബാദത്തിന്റെ മേഖലയിലേക്ക്, അത് പള്ളി പറഞ്ഞ മൊയ്ലിയാരെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇബാദത്തിന്റെ മേഖലയിലേക്ക് ആ ബ്രോക്കർ ഫീൽഡ് കൊണ്ടുവരാനുള്ളൊരു മാർഗ പറഞ്ഞത്. കണക്ക് പറഞ്ഞ് മേടിക്കാതിരിക്കുക. തൃപ്തിയോടുകൂടെ ആ സാധു കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേക്കണതല്ലേ. ചിലപ്പോ 3 തരാൻ കരുതി 1.5 കോടിന്റെ കച്ചവടം നീ 5 പിടിച്ചോന്നിട്ട് തന്നാല് അത് ഗിഫ്റ്റാണ്. നേരെ മറിച്ച് ഇച്ചിരി ഒന്നും വേണ്ടേ, ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ 3 ആളൊക്കെ ഉണ്ടാവും. ഒരാളെ പണി എന്താണെന്നറിയോ? വെറുതെ അവിടെ അങ്ങനെ ചാരി നിന്നിട്ടേ ഉണ്ടാവുള്ളൂ. എടാ, നീ അതിൽ വന്ന് ചാരി നിന്നിട്ട് 5000 50,000 എന്റെ കണക്ക്, എന്നിട്ട് അതിന് കലാപം. ഇത് നല്ലതല്ല. അത് മേടിച്ച് പിള്ളേർക്ക് തിന്നാൻ കൊടുത്താല് അത്ര ഗുണമില്ല. ഹറാമൊന്നുമല്ല കേട്ടോ, ഹറാമല്ല, നരകത്തിൽ പോകുന്നില്ല. അത്ര ബർക്കത്തൊന്നും ഉണ്ടാവില്ല ആ പണത്തിന്. ഇമാം ഗസാലി റഹിമഹുല്ല ബ്രോക്കർ തൊഴില് കറാഹത്താണത് എന്ന് മാറി നിൽക്കലാണ് നല്ലത് എന്നതിന് പറയാൻ മറ്റൊരു കാരണം പറഞ്ഞത്, ഇത്രമാത്രം നുണ പറയുന്നൊരു മേഖല. ഇവിടുത്തെ ബ്രോക്കർമാരെ കുറിച്ചല്ല കേട്ടോ, മൊത്തത്തിലാ പറയണേ. ഇത്രമാത്രം നുണ പറയുന്ന, കളവ് പറയുന്ന ഒരു മേഖല ഇല്ല. എങ്ങനെങ്കിലും ഇതൊന്ന് തലയിൽ പിടിപ്പിച്ചാലാണല്ലോ ആ പേഴ്സൻറ്റേജ് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പരമാവധി നുണ, 2 പക്ഷത്തും നുണ. കളവ് വല്ലാണ്ട് പറയാ, പിന്നെ വില പരമാവധി കൂട്ടുക, കുറക്കുകയല്ല കൂട്ടുക. എന്തിന്? അപ്പോഴല്ലേ ഈ ശതമാനം കൂടുള്ളൂ. ഇനി കച്ചവടം ചെയ്യുന്ന, ഇടപാട് നടത്തുന്ന 2 ആൾക്കാരും പരമശുദ്ധരും സത്യസന്ധരാണെങ്കിൽ തന്നെ ചില ബ്രോക്കർമാർ ഇടയെ കയറിയിട്ട് അത് കൊളാക്കും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കല്യാണം നടക്കാൻ പോവാ. പയ്യനും പയ്യന്റെ വാപ്പായും ഉമ്മയും കുടുംബമൊക്കെ തീരുമാനിച്ചു സ്ത്രീധനരഹിത വിവാഹമാക്കാം. എന്തിനാണ് ഈ കുഞ്ഞിന്റെ വാപ്പാനെ ഇടങ്ങാറാക്കണേ? അങ്ങേര് ആ പുള്ളക്ക് എന്താണോ കഴുത്തിലും കൈക്കാലുകളിലും ഇട്ട് കൊടുക്കണേ മതി, വേറെ സ്ത്രീധനൊന്നും വേണ്ടാന്ന് പയ്യനും പയ്യന്റെ കൂട്ടക്കാരും തീരുമാനിച്ചു. അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടു, റാഹത്തായി, ഇഷ്ടായി, മധുരൊക്കെ കൊടുത്ത് അങ്ങനെ തൃപ്തിയായി. അവരോടന്നെ പറഞ്ഞു പയ്യന്റെ ടീം, ഞങ്ങൾക്ക് വേറെ ഒരു ഡിമാൻഡും ഇല്ല കേട്ടോ, ആ പുള്ളനെ അങ്ങോട്ട് ഏൽപ്പിച്ച് തന്നാ മതി, ഞങ്ങളൊരു മഹർ, പിന്നെ നിങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുത്തില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് ഡിമാൻഡ് ഇല്ല. ഇത് കേട്ട ബ്രോക്കർ അസ്വസ്ഥനായി. പടച്ചമ്പുരാനെ, ഇതിപ്പോ നമ്മൾ വടിയാകുമല്ലോ, ഇതിന്റെ അടിയിൽ ഇതിപ്പോ കാണിച്ചു കൊടുത്ത് ആ പയ്യനെ പെണ്ണ് കാണാൻ കൊണ്ടുപോയത് ഞാനാണ്, സംസാരിച്ചത് ഞാനാണ്. അയാൾക്ക് നിരാശ. അപ്പൊ നേരെ പെണ്ണിന്റെ ഉപ്പാനെ പോയി കണ്ടിട്ട് ഇയാൾ പറയാനല്ല, നമ്മളിപ്പോ എന്താ കൊടുക്കുക? പയ്യന്റെ വാപ്പ വിളിച്ചിട്ട് ഡിമാൻഡ് ഇല്ല എന്ന് പറഞ്ഞല്ലോ. ഡിമാൻഡ് ഒന്നുമില്ല, എന്നാലും എന്താ കൊടുക്കുക? ഈ പയ്യന്റെ ജ്യേഷ്ഠൻ കെട്ടിയെടുത്തുനിന്ന് 100 പവനും ഹൈക്രോസ് ഇന്നോവയാ കൊടുത്തേക്കണേ. അവിടെ അല്ലേ നമ്മുടെ മോൾക്ക് പോയി കിടക്കാനുള്ളതല്ലേ? 100 പവനും ഇന്നോവ ഹൈക്രോസും ആണ് അവര് കൊടുത്തേക്കണേ. അപ്പൊ നമ്മളെ മോൾ അങ്ങനെ ചെറുതാകാൻ പറ്റുമോ? അപ്പൊ പെണ്ണിന്റെ വാപ്പ പറഞ്ഞു, എന്നാ നമുക്ക് അതുകൊണ്ട് കൊടുത്തേക്കാം. ബ്രോക്കർക്ക് റാഹത്തായി. ഇപ്പൊ പേഴ്സൻറ്റേജ് കിട്ടും, 100 പവന്റെ പേഴ്സൻറ്റേജ് കിട്ടുമല്ലോ, കണക്ക് കൃത്യമായിട്ട് കിട്ടുമല്ലോ. ഇങ്ങനെ
എന്നിട്ട് അത് പിന്നെ കുറച്ച് കുറഞ്ഞാല് പിന്നെ അത് പൊരുത്തല്ല. ഞാൻ കേട്ടിട്ടുണ്ട്, നീ മുടിഞ്ഞു പോകും ആ പയ്യനും പെണ്ണും. ഇന്ന് ഒരു ബ്രോക്കർ പെരുമ്പാവൂർ നിന്നോടൊന്ന് പറഞ്ഞ എന്താ കുഴപ്പമെന്നറിയോ, 50,000 കിട്ടേണ്ടടുത്ത് 25,000 കൊടുത്തുള്ളൂ. ഏത് ഈ ടീം 25 ഈ കാരണത്താൽ പറയാണ് മെനകെട്ട് പോണം, വെണ്ണീനിട്ട് പോണം അവരെ ജീവിതം പ്രാഗ. ഇങ്ങനെ മേടിക്കുന്ന സിസ്റ്റം അത് കറാഹത്താണ്. എന്നാലും ഇസ്ലാം ഹറാമാന്ന് പറഞ്ഞിട്ടില്ല. ഇത് കൊടുക്കണോ കൊടുത്തിട്ടല്ലേ, പോയി പണിയൊക്കെ തരൂല എന്ന് പറഞ്ഞാൽ പോരെ, ഇത് കൊടുക്കണോന് കൊടുത്തിട്ടല്ലേ അവൻ മേടിച്ചത്, അവിടെ ഹറാമല്ല. പക്ഷേ എങ്കിലും ഹലാല് ത്വയ്യിബല്ല, ബറക്കത്തുള്ള ധനമല്ല. മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ അതുകൊണ്ട് മക്കളൊന്ന് പുഷ്ടിപ്പെടുന്ന ആരും പ്രതീക്ഷിക്കണ്ട. നരകത്ത് പോവില്ലെങ്കിലും ഇത് ഉത്തമമല്ലാത്ത ഇടപാടാണ്. ഇൻഷാ അല്ലാഹ് ചില നിബന്ധനകൾ കൂടി നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് ശേഷം പലിശയുടെ മേഖല കുറച്ച് പറയാനുണ്ട്. അഴിമതി, കൈക്കൂലി, ഇതൊക്കെ പറയാൻ ഈ മേഖലയിൽ പറയാനുള്ള വിഷയമാണ്. കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് ചില കാര്യമൊക്കെ നടത്തിയിട്ട് ചില ആളുകളെ ഞാൻ ഭയങ്കര ദീനിയല്ലേ, ഒരു കുഴപ്പമില്ല, എന്താ കൈക്കൂലി കൊടുക്കണതിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് പറയണം. ഇതൊക്കെ ഒന്ന് പഠിക്കണം. ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ വെളിയിൽ വരുന്ന വാർത്ത ചെവി പൊത്തണം, മൂക്കും പൊത്തേണ്ട കോലത്തിലാണ് ഇപ്പോൾ വരുന്നത് പുതിയ വാർത്തയൊക്കെ. അപ്പൊ മുസ്ലിമിന് ഇവിടേക്ക് എന്താണ് ഉത്തരവാദിത്തം, ഇത് നമ്മൾ പഠിക്കണമല്ലോ. അള്ളാഹു അവന്റെ ദീനിന്റെ എല്ലാ നിയമവശങ്ങളും ഉൾക്കൊണ്ട് നമ്മൾ അതനുസരിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ഇടപാടുകളും ആഖിറത്തിലെ അക്കൗണ്ടിൽ പുണ്യകരമായ ഹസനത്തായി അള്ളാഹു രേഖപ്പെടുത്തി തരട്ടെ. അതിനുവേണ്ട നിയത്തും അതിനുവേണ്ട ബോധവും അതിനുവേണ്ട സംശുദ്ധിയും അള്ളാഹു നമുക്കേവർക്കും നൽകുമാറാകട്ടെ.